ഇത്തവണ മലേഷ്യക്ക് പോയത് ബസ് റൂട്ട് വഴിയാണ്. ഇന്നത്തെ ദിവസം രാവിലെ തന്നെ തുടങ്ങിയതാണ് മഴ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് എടുത്ത് ലേക്ക് സൈഡിൽ ഇറങ്ങി. അവിടെ നിന്ന് MRT എടുത്ത് ബൂൺലേയിൽ ഇറങ്ങി. പിന്നെ ബൂൺലേ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് മലേഷ്യക്കുള്ള ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ 2008 ബസ്സിൽ പോയിട്ടുണ്ട് മലേഷ്യക്ക്, കോലാലംപൂർക്ക്. അത് ഇവിടെ നിന്ന് 6 മണിക്കൂറോളം ഉണ്ടാവും. കുട്ടികളൊക്കെ ചെറുതായിരുന്നു അന്ന്. പിന്നീട് ബസ്സിൽ പോകുന്നത് ഇപ്പോഴാണ്. അങ്ങനെ മലേഷ്യക്കുള്ള ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി ഇരിപ്പായി. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ ടുവാസ് ചെക്ക് പോയിന്റ് വഴിയാണ് പോണത്. ഇവിടെ മലേഷ്യക്ക് പോകുമ്പോൾ 2 ചെക്ക് പോയിന്റുകളുണ്ട്, വുഡ്ലാൻഡ്സും ടുവാസും. അങ്ങനെ ഞങ്ങളുടെ ബസ് മൂവ് ചെയ്ത് തുടങ്ങി. ഇപ്പം നേരെ ചെല്ലണത് സിംഗപ്പൂർ ചെക്ക് പോയിന്റിലാണ്. അവിടെ എത്തുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബസ്സിൽ തിരിച്ച് കയറേണ്ടി വരും. അങ്ങനെ തന്നെയാണ് മലേഷ്യ ചെക്ക് പോയിന്റ് എത്തുമ്പോൾ. കാറിലാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി. നമ്മുടെ നാട്ടിൽ ടോളൊക്കെ കൊടുത്ത് നമ്മൾ അങ്ങോട്ട് കിടക്കുമ്പോഴുള്ള ആ ഒരു ഇതില്ലേ, അങ്ങനെ അവിടെ തന്നെ നമുക്ക് ഈ നമ്മുടെ പാസ്പോർട്ടൊക്കെ കാണിച്ച് അപ്പോൾ അവരത് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് തരും. സിംഗപ്പൂർ മലേഷ്യയുടെ ഇടയിലുള്ള ബ്രിഡ്ജാണിത്. ഇത് ക്രോസ് ചെയ്താൽ JB എത്തും. ചിലപ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും കാറിൽ നമ്മൾ വരുമ്പോൾ. അതേ കാറുകളൊക്കെ കണ്ട വരി വരിയായി കിടക്കണേ. ബസ്സിലാകുമ്പോൾ തീരെ ബ്ലോക്ക് ഇല്ലാണ്ട് പോകാൻ പറ്റും. പിന്നെ 2 സ്ഥലത്തും 2 ചെക്ക് പോയിന്റിലും നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കയറണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ മലേഷ്യൻ ചെക്ക് പോയിന്റിൽ എമിഗ്രേഷൻ ക്ലിയറിങ്സ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ടിക്കറ്റിലുള്ള ഒരു ബസ് നമ്പർ ഉണ്ട്, ആ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അത് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അരമണിക്കൂർ കൂടുതൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ഇവിടെ നിന്ന് JBയിലേക്കുള്ള ബസ്സിൽ ഒരുവിധം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടില്ല. പക്ഷെ 11:20 കയറി 11:45 അവിടെ എത്തും ചെയ്തു. അതുകൊണ്ട് അധികം ദൂരമൊന്നുമില്ല. ഇവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ദിൽച്ചേൻ്റെ കൊളീഗിനെ വെയിറ്റ് ചെയ്യാനിരുന്നു. അതിനിടയ്ക്ക് കരിക്ക് കുടിക്കാനൊരു തോന്നൽ വന്നു. അങ്ങനെ ഒരു കരിക്ക് കുടിച്ചിരിക്കുമ്പോഴേക്കും ദിൽച്ചേൻ്റെ ഫ്രണ്ട് വന്നു. സുരേഷ് എന്നാണ് ആളുടെ പേര്. മലേഷ്യനാണ്, തമിഴ് വംശജനാണ്. ആള് ജനിച്ച് വളർന്നതൊക്കെ ഇവിടെയാണ്. സുരേഷണ്ണൻ്റെ വീട് കോലാലംപൂരാണ്. ഇപ്പോൾ JBയിലൊരു വീട് വെച്ച് ഫാമിലിയായിട്ട് JBയിലാണ്. എന്നും സിംഗപ്പൂരിലെ ഓഫീസിലേക്ക് ബൈക്കിനാണ് പോയി വരണത്. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങളെ സുരേഷണ്ണൻ പിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിനായിട്ടും വന്നത് സ്ഥലങ്ങളൊന്നും കാണാനൊന്നും വന്നതല്ല കേട്ടോ. കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലേക്ക്. ഞങ്ങളുടെ റൂമിലത്തെ ഫാൻ കേടായി പോയി, അപ്പോൾ അത് വാങ്ങണം. പിന്നെ DSLR ക്യാമറയുടെ കുറച്ച് പാർട്സൊക്കെ വാങ്ങണം. പിന്നെ കുറച്ച് എന്തായാലും വന്നതല്ലേ, പോകുമ്പോൾ ഗ്രോസറി അങ്ങനെ വീട്ടിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങിയിട്ടാണ് മലേഷ്യയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങളെ ജലൻ തമ്പോ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു മാളിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ.
മാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2:45 നല്ല വിശപ്പായി. നേരെ ലഞ്ച് കഴിക്കാൻ പോയി. നല്ലൊരു തമിഴ് സാപ്പാട് മതിയെന്ന് ഞങ്ങൾ പറഞ്ഞ കാരണം ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി നല്ലൊരു ലഞ്ച് കഴിച്ചു. ലൈം ജ്യൂസിൽ ഐസ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ചൂടാക്കി കൊണ്ടുവന്നിരിക്കുന്നു ലൈം ജ്യൂസ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റിൽ ഊണ് കഴിക്കുകയാണെങ്കിൽ രണ്ടാമത് കറി വാങ്ങുമ്പോൾ അതിനൊന്നും പൈസ എക്സ്ട്രാ ഇടില്ലല്ലോ. ഇവിടെ പക്ഷേ രണ്ടാമത് നമ്മളൊരു കറി വാങ്ങുകയാണെങ്കിൽ ബില്ലിൽ എക്സ്ട്രാ ആഡ് ചെയ്യും. അങ്ങനെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫാൻ നോക്കാൻ പോയി. അപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് കയറിയത്. അവിടെ നല്ല ഭംഗിയുള്ള ലൈറ്റും ഫാനും പുതിയ മോഡലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ലീഫ് ഇങ്ങനെ വരുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ ഫാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു, പക്ഷേ എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ അത് അറിഞ്ഞപ്പോൾ ഞാനവിടെ ആ ചുറ്റുള്ള ഏരിയ ഒന്ന് വീഡിയോ എടുത്തിട്ട് വരാം. അവിടെ നിറച്ച് ഫ്ലവർ ഷോപ്പ് കണ്ടു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ഫ്ലവർ ഷോപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാനും. ആ ഫ്ലവറുകൾ തന്നെ അവർ നല്ല ഭംഗിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ മാലയാക്കി ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു. പിന്നെ ഈ ഒരു ഏരിയയുടെ അപ്പുറത്തായിട്ട് ദീപാവലി മാർക്കറ്റൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഞാൻ പോയില്ല. അപ്പോൾ ദീപാവലിക്ക് തൊട്ട് മുമ്പാണ് ഞങ്ങൾ പോയത് അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ നടന്ന് വീഡിയോ എടുത്ത് പിന്നെ ഫാനിൻ്റെ ഷോപ്പിൽ ചെന്ന് പിന്നീടാണ് ഫാനൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങി കേട്ടോ. ഞാനൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്നുള്ളൊരു ഇതിലാണ് പോയത്. അതുകൊണ്ടാണ് ഈ ലാൻഡ്സ്കേപ്പ് മോഡ് തന്നെ എടുക്കാണ്ടിരുന്നത്. ഷോർട്സ് ആക്കി ഇടാമെന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ എടുത്തെടുത്ത് വന്നപ്പോൾ കൂടുതലായി പോയി. അങ്ങനെ വലിയൊരു വീഡിയോ ആയി പോയത്. ഫാൻ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയത് ഒരു വെറ്റ് മാർക്കറ്റിലേക്കാണ്. ഇതൊരു വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. വെജ് നോൺ വെജ് ഐറ്റംസും എല്ലാം അതുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് വാങ്ങി. ഈ ഒരു മാർക്കറ്റിൻ്റെ 25% മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഭയങ്കര വലിയൊരു ഏരിയ ആണത്. സുരേഷണം പറഞ്ഞു പുട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പുട്ടാണ് ആലോചിക്കുന്നത്, കേരള പുട്ട്. അതല്ല കേട്ടോ, ബാമ്പു പുട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു സംഭവം പോലെ അതിൻ്റെ ചെറുത്. എന്നിട്ട് അത് നാളികേരപ്പീരയിൽ ഇങ്ങനെ നാളികേരം ചെരികയിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് അത് ആവിയിൽ വേവിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ് ഉണ്ട്. ഈ ഒരു മാർക്കറ്റും കണ്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ പോണത് വേറൊരു മാളിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് പില്ലോ പിന്നെ ബെഡ് കവർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. ദീപാവലിയൊക്കെ അല്ലേ, അതുകൊണ്ടാണ് അവിടെ ഇന്ത്യൻ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണാൻ പോയി. വേറെ ഒന്നും ഞാൻ വാങ്ങിയൊന്നുമില്ല. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങുമ്പോൾ ഒരു 6 മണി 6:30 കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോണത്. ഡങ്കാബെ എന്നൊരു സ്ഥലത്താണ് ഇന്ന് സ്റ്റേ. ഞങ്ങളിവിടെ റൂമിലെത്തുമ്പോൾ 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റേ ചെയ്യണ അപ്പാർട്ട്മെൻറ്റ്. മക്കളൊക്കെ കൂടി വരാണെങ്കിലും നല്ല സൗകര്യമുള്ള ഒരു റൂമാണ്. 2-3 ദിവസമൊക്കെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 246 മലേഷ്യൻ റിങ്കറ്റാണ് ഒരു ദിവസത്തെ സ്റ്റേക്ക്. അപ്പാർട്ട്മെൻറ്റിന് തൊട്ട് താഴെയായിട്ട് ഇങ്ങനൊരു സ്ഥലമാണ്, നിറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങുമ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ വ്യൂ. അവിടെയുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, കേരള അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത്. അവിടെ ഇരിക്കുമ്പോൾ സുരേഷണ്ണം പറഞ്ഞു ഇവിടെ പശുവും പാൽ കിട്ടും വേണമെങ്കിൽ പറഞ്ഞു. അപ്പം നമുക്ക് ഇങ്ങനെ പശുവും പാൽ ഇപ്പോൾ കുടിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ബ്രൂ കോഫി ആക്കി തരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അത് ഓർഡർ ചെയ്തു.
അത് നല്ലതായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ടാമതും വാങ്ങി കുടിച്ചു. ഇവിടെ നമ്മുടെ ആ രീതിയിലുള്ള നമ്മുടെ ടേസ്റ്റിന് പറ്റിയ കോഫിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ശരിക്കും കറക്റ്റ് നല്ല ടേസ്റ്റുള്ളൊരു കോഫി കിട്ടി. മലേഷ്യയിൽ വന്നിട്ട് മലേഷ്യൻ ഫുഡൊന്നുമല്ല കഴിച്ചത്. ഉച്ചയ്ക്ക് തമിഴ് ആ ഒരു ലഞ്ച് കഴിച്ചു. പിന്നെ ഡിന്നറായിട്ട് ഇപ്പോൾ ഇതാണ് കഴിച്ചത്, ചപ്പാത്തി, അങ്ങനെ ഇന്ത്യനാണ് കഴിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് മലേഷ്യൻ എന്തോ ഒരു കമ്പങ് റൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈസാണ് ഓർഡർ ചെയ്തത്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ അത് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ട്രൈ ചെയ്യും. എനിക്ക് പുതിയൊരു ഫുഡൊക്കെ വരുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടാവോ എന്നുള്ളൊരു അങ്കലാപ്പാണ്. അപ്പം ഞാൻ മിക്കതും എനിക്ക് അറിയുന്ന ഏതെങ്കിലും ഫുഡൊക്കെ തന്നെ കഴിക്കുള്ളൂ. കഴിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലൊക്കെ ഒന്ന് നടന്ന് കണ്ടു. ഒരു നൈറ്റ് വാക്ക്, ബീച്ച് സൈഡാണ് ഈ സ്ഥലം. ഡങ്കാബയുടെ ഒരു മിനിയേച്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കയറി കണ്ടു. പിന്നെ ഈ ബീച്ച് സൈഡിലൊക്കെ ഈ ഒരു ചെടിയുണ്ട്. ഇത് പണ്ട് എൻ്റെ അടുത്തുള്ള വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലെടുത്തിട്ട് അതിൽ പേര് എഴുതിയിട്ടൊക്കെ ഞങ്ങൾ കളിക്കും പിള്ളേർ. പിന്നെ ഇവിടെ ഇങ്ങനെ ഫോട്ടോ സ്പോട്ടുകളുണ്ട്, ഇങ്ങനെ ഫാമിലി തീമിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. അങ്ങനെ ബീച്ച് സൈഡിലേക്ക് നടന്നു. അവിടെ ഇങ്ങനത്തെ കുറേ ഊഞ്ഞാലുകൾ കെട്ടി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒന്നിരുന്നു. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. രാവിലെ 8:30 എണീറ്റ് ജനൽ തുറന്ന് നോക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇന്നലെ ഈ റോഡ് വഴിയൊക്കെയാണ് പോയത്. ആ അറ്റത്ത് കാണുന്നതാണ് ഇന്നലെ പോയ ബീച്ച്. ചേട്ടനെ ഇവിടെ റീൽസ് കാണുന്നതിൻ്റെ ശബ്ദമാണ് കേട്ടത്. അങ്ങനെ കുളിച്ച് ഫ്രഷായി റൂം വെക്കേറ്റ് ചെയ്തു, പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അത് ഇന്നലെ പോയ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ്. അവിടെ നന്നായി പിടിച്ചു. അപ്പോൾ അവിടെ പോയിട്ട് ഒന്നുകൂടെ ബ്രൂ കോഫിയും പിന്നെ മസാല ദോശയും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി. ഇനിയും ടൈമുണ്ട് സുരേഷ് അണ്ണൻ വരാനായിട്ട്. ആ നേരം കൊണ്ട് ഞങ്ങൾ ഇന്നലെ പോയ ബീച്ച് സൈഡിലേക്ക് പോയി. അവിടെ മോർണിംഗ് വ്യൂ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ ബീച്ചിലൊന്നും നമ്മുടെ നാട്ടിലെ ബീച്ചിലെ പോലെ തിരമാലകളില്ല. ഇന്നലെ രാത്രി ഇതിൽ നടന്നപ്പോൾ ഒരു എൻഫീൽഡ് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഫോട്ടോ സ്പോട്ടാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇന്ന് അതിലെ പോയപ്പോൾ അതുമ്മ കയറിയിരുന്ന ഒരു ഫോട്ടോ എടുക്കണം എന്നൊരു പൂതി തോന്നി. അങ്ങനെ കയറിയിരുന്നു. അപ്പോൾ ചേട്ടനത് വീഡിയോ ആണ് എടുത്തത്. പിന്നെ ഇന്നലെ പിക്കെടുത്ത ഫാമിലി തീം ഫോട്ടോ സ്പോട്ട് ഏരിയ, അതുപോലെ വേറെ ഒരെണ്ണം കൂടിയും കണ്ടു. അങ്ങനെ കുറച്ച് നേരം ചുറ്റി നടന്നപ്പോഴേക്കും ചേട്ടൻ്റെ ഫ്രണ്ട് വന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഫിഷ് ഫുഡ് വാങ്ങാനും കുറച്ച് മണ്ണ് വാങ്ങാനൊക്കെ ആയിട്ടാണ്. ഒരു നഴ്സറിയും അക്വേറിയം കൂടിയുള്ള ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ചേട്ടന് ഇവിടെ ഒരു ചെറിയൊരു അക്വേറിയം ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതിനുള്ള ഫുഡ് വാങ്ങാനായിട്ടാണ്. എനിക്കിവിടെ കുറച്ച് ചെടികളുണ്ട്, ഇലച്ചെടികളാണ്. നമുക്ക് കുറേയൊന്നും വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ കുറച്ചൊരു ഭാഗത്ത് ഇങ്ങനെ ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മണ്ണും അങ്ങനെ നോക്കാനായിട്ട് പോയതാണ്. പക്ഷേ ഇവിടെ ആദ്യം തന്നെ കയറി ചെന്നത് ഫിഷിൻ്റെ ഏരിയയിലേക്കാണ്. പക്ഷേ അതിങ്ങനെ കണ്ട് വന്നപ്പോൾ ഉണ്ട് ബാക്കിലേക്ക് നോക്കിയപ്പോൾ നിറച്ച് ചെടികൾ. ആ ഭാഗം തന്നെ ഹഠാത് ആകർഷിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ആ ഏരിയയിലായിരുന്നു. ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ എല്ലാം വാങ്ങാൻ തോന്നി. എന്തൊരു ഭംഗിയാലേ. ഇവിടെ കണ്ട എല്ലാ ചെടികളും പൂക്കളൊന്നും വാങ്ങിയില്ല. ആകെ കൂടി 2 ചെടികൾ വാങ്ങി. പിന്നെ ഒരു ചെറിയ ഫ്ലവർ വേസ്, പിന്നെ മണ്ണ്, അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് പോന്നു. ഇത് കുറേ ഏരിയ ഉണ്ട് കേട്ടോ. എനിക്ക് എടുത്തിട്ട് മതിയാവണില്ല. ഈ ഏരിയ മൊത്തം ചെടിച്ചട്ടിയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡ്യൂറിയൻ്റെ വലിയ ഷോപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് കയറി കഴിക്കാനൊന്നും നിന്നില്ല. ഒരു പ്രാവശ്യം കഴിച്ചിട്ട് അതിൻ്റെ രുചി അറിഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചത് സിംഗപ്പൂർക്ക് നേരെ പോകാമെന്നാണ്, ചെക്ക് പോയിന്റിലേക്കാണെന്നാണ്. ഞാൻ നല്ല ഉറക്കമായി പോയി. പിന്നെ എന്നെ വിളിക്കുന്നത് സ്മിത അതേ ഫോറസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ എണീക്കുമ്പോൾ കാണുന്ന ഒരു സീനാണ് ഈ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ നിറയെ പച്ചപ്പും ഹരിതാഭിയൊക്കെ ആയിട്ടൊരു സ്ഥലം.
ജോഹറിലുള്ള ഒരു ചൈനീസ് മലേഷ്യൻ സിറ്റിയാണ് ഫോറസ്റ്റ് സിറ്റി. സിംഗപ്പൂർ ബോർഡറിലാണ് ഈ സ്ഥലമുള്ളത്. ഈ ഫോറസ്റ്റ് സിറ്റീനെ ഗോസ്റ്റ് സിറ്റി എന്നും വിളിക്കാറുണ്ട്. അതെന്താണെന്നാ, ഹോട്ടലുകളും ചെറിയ റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും കുറേ ഏരിയയിലൊന്നും ഒന്നുമില്ലാണ്ട് ഇപ്പോഴും ശൂന്യമായി കിടക്കുകയാണ്. കുറേ ബിൽഡിങ്ങും ആളുകളൊക്കെ മുഴുമിപ്പിക്കാനാവാണ്ട് കിടക്കുന്നുണ്ട് ഇവിടെ. ഈ ഫോറസ്റ്റ് സിറ്റി ഓപ്പൺ ചെയ്തത് 2016 ചൈനയിലെ റിച്ച് ആയിട്ടുള്ളവരെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇത് നിർമ്മിച്ചത്. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ പ്രൊജക്റ്റ് മരവിച്ചു. ഇപ്പോഴുള്ള മലേഷ്യൻ ഗവൺമെൻറ് ഇത് പുനർജീവിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലാണ്. ഇപ്പോൾ ഇവിടെ കഫേകൾ, ഹോട്ടൽ, ഒരു ഷോപ്പിംഗ് മാൾ, ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. ലക്ഷറിയസ് അപ്പാർട്ട്മെൻറ്റുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതിൻ്റെ ഡെമോ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ പോയി കണ്ടു. ഇവിടെ അങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങണവർക്ക് മലേഷ്യൻ PR ഉറപ്പായിട്ടും കിട്ടും അത്രേ. ഇത് പുറത്തൊരു ബിൽഡിംഗ് കണ്ടില്ലേ, അതിൻ്റെ മിനിയേച്ചർ. ഇത് ഫോറസ്റ്റ് സിറ്റി ഫിനാൻഷ്യൽ ടവറാണ്. അതിൻ്റെ വർക്കൊക്കെ പൂർത്തിയായതാണ്, പക്ഷെ അതിലൊന്നും ചെയ്യാതെ വെറുതെ ശൂന്യമായിട്ട് കിടക്കുകയാണ് അത്. നേരത്തെ ഞാൻ കാണിച്ചത് 3 bedrooms 2 bathrooms ബാൽക്കണി, കിച്ചൺ അങ്ങനെയായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെമോ ആണ്. അത് ഞാൻ ഓടിച്ച് കാണിച്ചത്. അല്ലെങ്കിൽ ഈ വീഡിയോ ഇനിയും വലുതായി പോകും, അതുകൊണ്ട് ഞാനത് ഓടിച്ച് കാണിച്ചത്. പിന്നെ ഇപ്പോൾ കാണുന്നത് ഈ ഫോറസ്റ്റ് സിറ്റിയുടെ ഒരു മിനിയേച്ചറാണ്. ഇതിൽ പകുതി ഭാഗങ്ങൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, വർക്ക് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മൊത്തം വർക്ക് ഫിനിഷ് ആകുമ്പോൾ 2052 ആവുമെന്ന് പറയുന്നു. ഫോറസ്റ്റ് സിറ്റിയുടെ ഉള്ളിലുള്ള ഒരു ബിൽഡിങ്ങിലത്തെ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സ്വിമ്മിംഗ് പൂള്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, ബീച്ച് സൈഡ്, അങ്ങനെ കുറേ ഏരിയ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ സിംഗപ്പൂർ മലേഷ്യയുമായിട്ട് കണക്റ്റ് ആക്കണ ആ ബ്രിഡ്ജില്ലേ, അത് കാണാൻ പറ്റും. അപ്പോൾ ചെക്ക് പോയിൻ്റ് ഇവിടെ നിന്ന് അടുത്താണ്. അങ്ങനെ ഫോറസ്റ്റ് സിറ്റിയും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് സിംഗപ്പൂർക്ക് പോവാണ്. ഞങ്ങൾ മലേഷ്യക്ക് വന്നത് ഞായറാഴ്ചയാണ്, തിരിച്ച് പോണത് തിങ്കളാഴ്ച. ശരിക്കും ചേട്ടന് ഓഫീസ് ഉണ്ട്, ഇന്നപ്പോൾ ലീവ് എടുത്തു. ഈ സുരേഷ് അണ്ണന് ഇന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ആ സമയത്തേക്ക് അങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ. ഞങ്ങൾ കുറേ സാധന സാമഗ്രികൾ വാങ്ങിയ കാരണം ഇന്ന് ചേട്ടൻ്റെ ഫ്രണ്ട് ആളുടെ കാറും കൊണ്ടാണ് തിരിച്ച് സിംഗപ്പൂർക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഐറ്റംസൊക്കെ അതിൽ കയറ്റി അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് പോണത്. JBയിലൊരു ഫോറസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇപ്പോഴാണ് കണ്ടത്. നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സിംഗപ്പൂർ മലേഷ്യനെ കണക്ട് ചെയ്യിക്കണ ആ ബ്രിഡ്ജിലെത്തിയപ്പോൾ ഫോറസ്റ്റ് സിറ്റിയുടെ ഫിനാൻഷ്യൽ ടവർ ഇല്ലേ, അത് കാണാൻ പറ്റി. അത് നമുക്കിപ്പോൾ പോയ കാരണം അത് മനസ്സിലായത്, അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ട് എന്നൊക്കെ കേട്ടോ. അങ്ങനെ JB ട്രിപ്പ് കഴിഞ്ഞ് സിംഗപ്പൂരിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീർന്നു കേട്ടോ. അവരൊന്ന് ബോർഡർ താണ്ടി പോയി.